നമ്മൾ ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത അസറ്റ്സിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്മെന്റ് കോസ്റ്റസിനെ മാത്രമാണ് നമുക്ക് എന്തായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഈ പേപ്പറിൽ നിങ്ങളൊരു ഓഡിറ്റർ ആണ് അല്ലെ, നിങ്ങളൊരു ഓഡിറ്റർ ആവുമ്പോൾ ഒരു ഓഡിറ്റർ വലിയൊരു സംശയരോഗിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സംശയിക്കണം. നിങ്ങൾ അങ്ങനെ സംശയിച്ച് പഠിച്ചാലാണ് നിങ്ങൾ ഒരു ഓഡിറ്റർ ആവുള്ളൂ. അപ്പൊ ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട് എന്ന് പറയുന്നു, അത് മൊത്തം എന്ത് ചെയ്തു, ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് പറയുന്നത് ഇതിനെ ഡെവലപ്മെന്റ് കോസ്റ്റിനെ മൊത്തം ക്യാപിറ്റലൈസ് ചെയ്തു പറയുന്നു. അപ്പൊ നമ്മൾ നോർമലി വായിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു സംഭവവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മൾ സംശയിക്കണം. ഇവര് പിന്നീട് പറയുന്നുണ്ട് സം ഓഫ് വിച്ച് ആർ ഇൻ ദി ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് കോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറുകൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടാവുമോ, എൻ്റെ ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സ് പറയുന്ന ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടാവുമോ, മീറ്റ് ചെയ്യാത്ത അസസ് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവുമോ, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലെ, ആ ഒരു സംശയം നമ്മളെ മനസ്സിൽ വരണം. ആ സംശയമാണ് നമ്മൾ ഈ പേപ്പറിൽ എന്തായിട്ട് മാറുന്നത്, റിസ്ക് ആയിട്ട് വരുന്നത്. ദേഴ്സ് എ പൊട്ടൻഷ്യൽ റിസ്ക്. ഈ ഒരു സ്റ്റാൻഡേർഡ് തെറ്റാനുള്ള ഒരു റിസ്ക് ഉണ്ട്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്.